എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ പ്രണയം കണ്ടെത്തുന്നത് ഇത്ര വലിയൊരു പാടായി തോന്നുന്നത്? നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു റിലേഷൻഷിപ്പ് അതെന്തുകൊണ്ടാണ് ജീവിതത്തിൽ പലർക്കും കിട്ടാതെ പോകുന്നത്, അല്ലേ? ആധുനിക പ്രണയത്തിന്റെ കൺഫ്യൂഷനുകൾക്കിടയിൽ എങ്ങനെ ശരിക്കും ഉറപ്പുള്ളൊരു ബന്ധം പടുത്തുയർത്താം, അതിനുള്ളൊരു വഴികാട്ടിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, ഒരു സൈഡില് നമ്മൾ സിനിമയിലും കഥകളിലും ഒക്കെ കാണുന്ന ആ ഫെയറി ടെയിൽ ലവ്, അല്ലേ? പക്ഷെ മറ്റേ സൈഡിലോ ജീവിതത്തിന്റെ റിയാലിറ്റി, കൺഫ്യൂഷൻ, ഹൃദയം തകരുന്നത്, ടെൻഷൻ, ഇതൊക്കെയാണ് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ രണ്ട് ലോകങ്ങളും തമ്മിൽ എന്തൊരു വ്യത്യാസമാണല്ലേ? ഒന്ന് സ്വപ്നമാണെങ്കിൽ മറ്റേത് പലരുടെയും ജീവിതമാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ്? നമ്മൾ സ്വപ്നം കാണുന്നതും അനുഭവിക്കുന്നതും തമ്മിൽ എന്തുകൊണ്ടാണ് ഒരു മാച്ചുമില്ലാതെ പോകുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്ക് ജയകിഷോരിയുടെ ചില ഇൻസൈറ്റ്സ് ഒന്ന് നോക്കാം. എന്താണ് അവർ ഇതിനെപ്പറ്റി പറയുന്നതെന്ന് കേൾക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഒരു ചോദ്യത്തോടെ തുടങ്ങാം. പ്രണയം എന്ന് പറയുന്നത് അന്ധമായിട്ടങ്ങ് സംഭവിക്കുന്നതാണോ, അതോ നമ്മൾ ബോധപൂർവം പടുത്തുയർത്തേണ്ട ഒന്നാണോ? ഈ ചോദ്യം വെച്ചുകൊണ്ട് പ്രണയത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ നമുക്കൊന്ന് പൊളിച്ചെഴുതാം. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അട്രാക്ഷനും ലവും ഇത് രണ്ടും രണ്ടാണ്. അട്രാക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ബ്ലൈൻഡാണ്. അതായത് ഹോർമോണുകളും ആ ഒരു തുടക്കത്തിലെ ആവേശവുമൊക്കെ ചേർന്നുണ്ടാകുന്ന ഒരു താൽക്കാലിക സംഭവം മാത്രം. പക്ഷേ ശരിക്കുള്ള പ്രണയം അങ്ങനെയല്ല. അത് കണ്ണും പൂട്ടി സംഭവിക്കുന്നതല്ല, കണ്ണ് തുറന്ന് സംഭവിക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവവും പെരുമാറ്റവുമൊക്കെ ശരിക്കും മനസ്സിലാക്കിയെടുക്കുന്ന ഒരു തീരുമാനമാണത്. ഈ ഒരു ആശയം അത് ഈ ഒരൊറ്റ വാചകത്തില് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആകർഷണം അന്ധമാണ്, പ്രണയം അങ്ങനെയല്ല. ഇത് ശരിക്കും ഓർത്തുവെക്കേണ്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അട്രാക്ഷന്റെ കാര്യം? അതിന്റെ ഒരു ഭാഗമാണ് ഈ തുടക്കത്തിലെ ഹൈപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് എന്നൊക്കെ പറയുന്നത്. ഏതൊരു റിലേഷൻഷിപ്പ് എടുത്താലും ആദ്യം കാണുന്ന ആ ഒരു തീവ്രമായ ആവേശമൊക്കെ ഇല്ലേ, അത് കുറച്ചു കഴിയുമ്പം എന്തായാലും മങ്ങും, അതുറപ്പാണ്. അപ്പോ ആ ഒരു ഹൈപ്പിന്റെ പുറത്തു മാത്രം ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് കെട്ടിപ്പടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ആദ്യത്തെ ആവേശമൊക്കെ കഴിയുമ്പോ പിന്നെന്താ ബാക്കിയുണ്ടാവുക? അപ്പോഴാണ് ഒരാളുടെ റിയൽ ക്യാരക്ടർ പുറത്തു വരുന്നത്. അവരുടെ ശരിക്കുള്ള സ്വഭാവം, പെരുമാറ്റം, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി, പിന്നെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്, ഇതൊക്കെ അപ്പോഴേ നമുക്ക് വ്യക്തമാകും. ഒരു ബന്ധത്തിൽ ശരിക്കും പ്രാധാന്യമുള്ളതും ഈ കാര്യങ്ങൾക്കാണ്. ശരി, അപ്പോ ശരിയായ ഒരാളെ തെരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷേ അതിനും മുൻപ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സ്വയം എത്രത്തോളം റെഡിയാണ്? ഒരു ബന്ധത്തിന് അടിത്തറയിടുന്നതിന് മുൻപ് നമ്മൾ നമ്മളെ തന്നെ എങ്ങനെയാണ് പടുത്തുയർത്തേണ്ടത്? അതാണ് അടുത്ത സെക്ഷൻ. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പഴയ കഥയുണ്ട്, അല്ലേ? നമ്മളെ കംപ്ലീറ്റ് ചെയ്യാൻ വേറൊരാൾ വരും എന്നുള്ളത്. അതായത് നമ്മളൊരു പകുതി, അവരൊരു പകുതി, അങ്ങനെ രണ്ട് പകുതികൾ ചേർന്ന് ഒന്നാകുന്നു എന്നൊരു സങ്കല്പം. എന്നാൽ ഇന്നത്തെ റിയാലിറ്റി അതല്ല. സംഭവം നേരെ തിരിച്ചാണ്. പൂർണ്ണരായ രണ്ടുപേർ, അതായത് 1+1, ഇവർ ഒരുമിക്കുമ്പോഴാണ് ശരിക്കും ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബന്ധമുണ്ടാകുന്നത്. അല്ലാതെ മറ്റൊരാൾ നിങ്ങളെ പൂർണ്ണരാക്കാൻ വേണ്ടിയല്ല വരുന്നത്, നിങ്ങളുടെ പൂർണ്ണതയിലേക്ക് കൂടിച്ചേരാനാണ് വരേണ്ടത്. ഇവിടെയാണ് നമ്മൾ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ട്രോമകൾ, അതൊക്കെ പരിഹരിക്കാൻ വേറൊരാൾ വരുമെന്ന കാത്തിരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ആരും നമ്മളെ രക്ഷിക്കാൻ ഒരു സൂപ്പർ ഹീറോയെ പോലെ വരില്ല. ആ ഉത്തരവാദിത്തം നമ്മുടേതാണ്, നമ്മുടേത് മാത്രം. അതുകൊണ്ട് നമ്മുടെ ചിന്താഗതി മാറ്റണം. ഒരു രക്ഷകനെ അല്ലെങ്കിൽ ഒരു സേവിയറെ തേടി നടക്കുന്നതിന് പകരം ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറാകാൻ ശ്രമിക്കുക. കാരണം തുല്യർ തമ്മിലാണ് ഏറ്റവും നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്വയം റെഡിയായി എന്ന് കരുതുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? കണ്ണടച്ച് പ്രണയിക്കുന്നതിന് പകരം എങ്ങനെ കണ്ണ് തുറന്ന് ബുദ്ധിപൂർവം ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാം? അതിനുള്ള ചില പ്രാക്ടിക്കൽ വഴികൾ നമുക്ക് നോക്കാം. ശരിയായ ഒരാളെ തിരഞ്ഞെടുക്കാൻ ശരിക്കും 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത് സമയമെടുക്കുക. ആ ആദ്യത്തെ ആവേശത്തിന്റെ പുറത്ത് ചാടിക്കേറിയൊരു തീരുമാനവും എടുക്കരുത്. രണ്ടാമത്തെ കാര്യം, അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നല്ല, മറ്റുള്ളവരോട്, അതായത് വെയിറ്റേഴ്സിനോട്, കടക്കാരോട്, വീട്ടുകാരോടൊക്കെ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കുക. കാരണം വാക്കുകളേക്കാൾ ഉറക്കെ സംസാരിക്കുന്നത് പ്രവൃത്തികളാണ്. ഇനി മൂന്നാമത്തേത്, അതൊരു അൾട്ടിമേറ്റ് ടെസ്റ്റാണ്. ഇതാണ് ആ ചോദ്യം. നിങ്ങളൊരു ലോങ് ടേം പാർട്ട്ണറെ പരിഗണിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ വ്യക്തിയുടെ സ്വഭാവവും ചിന്താഗതിയും എന്റെ കുട്ടിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുമോ?
ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരം ഒരുപാട് കാര്യങ്ങൾ ക്ലിയറാക്കി തരും. അപ്പോ ശരിയായ ആളെ തിരഞ്ഞെടുത്തു, അതുകൊണ്ട് മാത്രം കാര്യമായോ? ഇല്ല. ഒരു ബന്ധം തുടങ്ങി വെക്കുന്നതിനേക്കാൾ പാടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു നല്ല റിലേഷൻഷിപ്പിനെ താങ്ങി നിർത്തുന്ന ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഒരു പങ്കാളിത്തത്തിന്റെ 3 പ്രധാന തൂണുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെറും 3 തൂണുകൾ. വളരെ സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള 3 ആശയങ്ങളാണിത്. ഇതാണ് ആ 3 തൂണുകൾ: അണ്ടർസ്റ്റാൻഡിംഗ്, റെസ്പെക്ട്, പിന്നെ ലവ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നതല്ല, അത് പ്രവൃത്തിയിൽ കാണിക്കണം. അവരുടെ ഇഷ്ടങ്ങളെയും മുൻഗണനകളെയും സപ്പോർട്ട് ചെയ്യണം. ഇനി റെസ്പെക്ട്, അതെപ്പോഴാ ശരിക്കും ടെസ്റ്റ് ചെയ്യപ്പെടുന്നെന്നറിയോ? വഴക്കിടുമ്പോ. അപ്പോഴും അവരുടെ അഭിപ്രായങ്ങളെയും വ്യക്തിത്വത്തെയും വിലമതിക്കാൻ കഴിയണം. അവസാനം ലവ്, അത് വെറുമൊരു ഫീലിംഗ് അല്ല. ഇതെല്ലാം മനസ്സിലാക്കി കണ്ണു തുറന്ന് പരസ്പരം തെരഞ്ഞെടുത്ത ശേഷം വരുന്ന എന്തു പ്രശ്നങ്ങളെയും ഒരുമിച്ച് നേരിടാനുള്ള ഒരു കമ്മിറ്റ്മെന്റാണ്. ഒരു കാര്യത്തിൽ മാത്രം ഒരു കോംപ്രമൈസും പാടില്ല. നിങ്ങളുടെ വികാരങ്ങളെക്കാൾ വലുതായിരിക്കണം നിങ്ങളുടെ ആത്മാഭിമാനം, അതായത് സെൽഫ് റെസ്പെക്ട്. വെറും ഫീലിംഗ്സിന്റെ പുറത്തു പോയിട്ട് അത് കളയരുത്. നിങ്ങൾക്ക് ബഹുമാനം കിട്ടുന്നില്ലെന്ന് തോന്നിയാൽ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ഏറ്റവും ശരി. ഓക്കെ, അപ്പോ ഈ തൂണുകളൊക്കെ വെച്ച് നമ്മൾ നല്ലൊരു ബന്ധം പടുത്തുയർത്തി എന്ന് കരുതുക. എന്നാൽ നമ്മൾ മറ്റൊരു യാഥാർത്ഥ്യത്തെ കൂടി നേരിടാൻ തയ്യാറാവണം. കാരണം ഫെയറിടെയിലൊക്കെ അവസാനിക്കുന്നിടത്താണ് റിയൽ ലൈഫ് തുടങ്ങുന്നത്. കല്യാണവും ദാമ്പത്യവും തമ്മിൽ എന്താണ് വ്യത്യാസം? നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ. ഒരു വശത്ത് കല്യാണം, ആഘോഷങ്ങൾ, പാട്ട്, അതിഥികൾ, ഫോട്ടോസ്, ആകെ ഒരു സ്വപ്നം പോലെ. പക്ഷെ മറുവശത്ത് ദാമ്പത്യം. എന്തൊക്കെയാണ് അവിടെ? ബില്ലുകൾ അടയ്ക്കണം, ചിലപ്പോൾ പരാജയങ്ങൾ വരും, ഈഗോ പ്രശ്നങ്ങളുണ്ടാകും, ജീവിതത്തിലെ 100 കൂട്ടം വെല്ലുവിളികൾ. ഇതാണ് റിയാലിറ്റി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഇതാണ്: ഒരു നല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എവിടെന്നെങ്കിലും കണ്ടെത്തുന്ന ഒരു സംഭവമല്ല, അത് നമ്മൾ ഒരുമിച്ച് പടുത്തുയർത്തുന്ന ഒന്നാണ്. അതിന് 2 പേരുടെയും ഭാഗത്തുനിന്നും നല്ല കഠിനാധ്വാനം വേണം, ക്ഷമ വേണം, എന്നും ബോധപൂർവം അതിനുവേണ്ടി എഫേർട്ട് എടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോ ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക: നിങ്ങളുടെ ബന്ധം അത് വെറുമൊരു ആഘോഷത്തിൽ തീരുന്നതാണോ? അതോ ജീവിതത്തിലെ യഥാർത്ഥ വെല്ലുവിളികളെ അതിജീവിക്കാൻ തക്കവണ്ണം ശക്തമായി നിങ്ങൾ പടുത്തുയർത്തിയ ഒന്നാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.